3 സിസ്റ്റേഴ്സ് എൻ്റെ നാട്ടിലേട്ടാ. ഇതിങ്ങനെ രാത്രി ഇതിലെ പാസ് ചെയ്യുമ്പോൾ ഭയങ്കര തിരക്ക് കാണാം. അപ്പോഴാണ് എനിക്കൊരു കൗതുകം തോന്നി. കോട്ടക്ക ബൈപ്പാസിലേ ഇത് വന്നപ്പോഴാണ് ഇതിൻ്റെ കുറച്ച് സംതിങ് സ്പെഷ്യൽ. ഏട്ടത്തി അഞ്ചത്തി ഒക്കെ ഡിഗ്രിക്കാരാണ്, ഡിഗ്രി കംപ്ലീറ്റഡ് ആണ്. പിന്നെ അതിൽ രസം തറ വളരെ ഹാപ്പി ആയിട്ട് കച്ചവടം ചെയ്യുന്നു. ഇത് എങ്ങനെയുണ്ട് കച്ചവടം? അടിപൊളി. ഹായ്, അടിപൊളി. പേര് പറയും. റബീബ. സഫ. ഇയാളെ പേര് ആരിഫ. ഇതിൽ ആരാ മൂത്ത ആളാരാ? ഓക്കെ, പിന്നെ അടുത്ത സ്റ്റെപ്പ് ആരാ? ആണല്ലേ. ഓക്കെ, എന്താ ഇയാളെ പേരിലാണത്? സഫാസ് ടേസ്റ്റ് ആൻഡ് ഷേക്ക് എന്നാണ്. അപ്പൊ കച്ചറണ്ട് അടി എടുക്കുവോ? അതെന്താ അങ്ങനെ ആ പേര് വരാൻ കാരണം? എങ്ങനെ, എന്താ പറഞ്ഞേ? ഇവളെ ആശയവും ഇതെല്ലാം ആണ്. അപ്പൊ അങ്ങനെ ഒരു പേരില് അവൾ തന്നെ ഒരു സ്വന്തം ഒരു ബ്രാൻഡ് എന്നുള്ളതില് ആണല്ലേ, അങ്ങനെ ആക്കാന്നുള്ള ഉദ്ദേശത്തിൽ അങ്ങനെ. എന്താണുള്ളത്? ഇപ്പൊ ഉള്ളത് ചിക്കൻ ക്ലബ് സാൻഡ്വിച്ചും കോൾഡ് കോഫിയും കൊടുക്കും. ആണല്ലേ. എന്തെങ്ങനെ സാൻഡ്വിച്ച് ഇറക്കാൻ കാരണം? ഒന്നുമില്ല, നമ്മള് വീട്ടില് ഒരു റെസിപ്പി ചെയ്തപ്പോ എല്ലാവർക്കും ഇഷ്ടമായി. അപ്പൊ അത് എന്തുകൊണ്ട് സെയിൽ ചെയ്തുകൂടാ? എന്താ എങ്ങനെ ഇതിലേക്ക് വരാൻ കാരണം? എനിക്ക് അതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയത്. 3 ഏട്ടത്തി അഞ്ചത്തിമാർ ഒരുമിച്ച് ഇങ്ങനെ നല്ല ഒരു ടെൻഷനും ഇല്ലാതെ ഒരു ചമ്മലും ഇല്ലാതെ എന്തെങ്ങനെ ഒരു രംഗത്തേക്ക് വരാൻ കാരണം? അങ്ങനെ ചോദിച്ചാ ബിസിനസ് ഇഷ്ടമാണ്. ഡിഗ്രി ഏതാ കഴിഞ്ഞത്? ഡിഗ്രി മലബാറില്. മലബാറിന്ന് റെഗുലർ. ഓ ഗ്രേറ്റ്. ഏതൊരു കോളേജ്? ഇയാൾ അവിടെ തന്നെ? അല്ല, ഞാന് ഡിസ്റ്റന്റ് ആയിട്ട്. ഓക്കെ ഓക്കെ. 2 ബികോം വരെ. ഇയാളേതാ? ബി എ ഇംഗ്ലീഷ്. ആഹാ, ഇംഗ്ലീഷ് ആയിരുത്തിയാണ്. അടിപൊളി അടിപൊളി. സൂപ്യ സാറല്ലേ വീട്? ചിറാപ്പൂഞ്ചിയിലല്ലേ? നമ്മളെ നാട്ടുകാരാണ്. അപ്പൊ ഭാവിയില് പിന്നെ ഇത് ഒരു വലിയ ബ്രാൻഡായിട്ട് മാറുമോ? മാറ്റണല്ലേ. ഇപ്പൊ എപ്പോഴാ വരിക ഇവിടെ? 5 മണി അല്ലെങ്കിൽ 5:15. 5:30 ആവും. പിന്നെ എത്ര മണി വരെ ഉണ്ടാവും? ഇൻഗ്രീഡിയൻസ് തീരുന്ന വരെ ഉണ്ടാവില്ലേ? എത്ര റേറ്റ് ഒക്കെ വരുന്നത്? ക്ലബ് സാൻഡ്വിച്ചിന് 99, കോൾഡ് കോഫി 40. 99 കൊടുക്കാൻ പറ്റും? പ്രോഫിറ്റ് കിട്ടുമോ? കുഴപ്പമില്ല, കാരണം നിങ്ങൾ ക്വാണ്ടിറ്റി അത്യാവശ്യം ഉണ്ടല്ലോ. ക്വാണ്ടിറ്റി ഉണ്ട്, പിന്നെ ബാക്കി ടേസ്റ്റ് ആണെന്നാണ് ഞാൻ കേട്ടത്. സംഗതി സത്യ? 3 മാരീഡ് ആണ്, വീട്ടമ്മമാരാണ്. അപ്പൊ ഭർത്താക്കന്മാരുടെ സപ്പോർട്ട് ഉണ്ട്? ആണോ? നല്ല സപ്പോർട്ടാ. അടിപൊളി അടിപൊളി. അതാണല്ലോ ഭയങ്കര സംഭവമായത്. ആദ്യത്തെ ദിവസം ഇന്നും തമ്മിൽ എന്താ വ്യത്യാസം? ഇപ്പൊ എത്ര ദിവസമായി തുടങ്ങിയപ്പോ? ഒരു പ്രശ്നം ഉണ്ടായിരുന്നോ? ഇല്ലില്ല, നമ്മള് ആദ്യം ഒരു 11 മണി വരെയൊക്കെ നിന്നു രാത്രി. പിന്നെ കുഴപ്പമില്ല, പിന്നെ ടൈം ഇങ്ങനെ കൊറേ മുന്നിക്ക് വരാൻ തുടങ്ങി. ഫാസ്റ്റ് ആയി. 9 മണി 8:45 ആകുമ്പോൾ തീരാൻ തുടങ്ങി. കൊറേ ആൾക്കാര് നമ്മള് റീലിട്ടിരുന്നു നമ്മളെ ഒരു പേജില്. അല്ല, ഇതന്നെ സഫാസ് ടോസ്റ്റ് ആൻഡ് ഷേക്ക്. അപ്പൊ കണ്ടിട്ട് തിരൂരിന്നും രണ്ടത്താണിന്നും ഒക്കെ ആളുകൾ വന്നിരുന്ന് കഴിച്ചിട്ട് നല്ല അഭിപ്രായം പറഞ്ഞു. എല്ലാരും സപ്പോർട്ടൊക്കെ ചെയ്തു. എന്താണ് എക്സ്പീരിയൻസ് മോളെ? എന്താണ് അപ്പൊ വീട്ടില്? നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. ഒരു മേഖലയാണല്ലോ, ഇതുവരെ ഇങ്ങനെ ഒരു മേഖലയിൽ നിന്നിട്ടുണ്ടായിരുന്നില്ല. എന്നാലും നല്ലൊരു അനുഭവമായിരുന്നു. ആണല്ലേ. എന്റെ ന്യായമായ ഡൗട്ട്, ഇപ്പൊ നിങ്ങക്ക് വീട്ടില് എന്തായാലും ഉത്തരവാദിത്തം ഉണ്ടാവുമല്ലോ, മക്കളൊക്കെ ഉണ്ടോ? ഉണ്ട്. അപ്പൊ ആ കാര്യം ഇതും എല്ലാം കൂടെ മെയിൻറ്റെയിൻ ചെയ്യുക. ഇത് വൈകുന്നേരം 5 മണി മുതൽ ചിലപ്പോൾ 11 മണി വരെ നിൽക്കുന്നൊക്കെ പറയുന്നു. അപ്പൊ എങ്ങനെയാണ് അത് രണ്ടും കൂടെ മാനേജ് ചെയ്യാ? പൊതുവെ എല്ലാവർക്കും എന്തെങ്കിലും ആവണം എന്നൊക്കെ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ശരിയല്ലേ? നല്ല സപ്പോർട്ടാണ്. പൊതുവെ വീട്ടമ്മമാർ ഒരുപാട് ആളുകൾക്ക് ഇങ്ങനെ ഇറങ്ങി. ഉമ്മാന്റെ അടുത്താണ് മക്കളെ നിർത്തിയിട്ട് പോന്നിട്ടുള്ളത്. ഞങ്ങള് വരുന്നവരെ ഉമ്മാന്റെ അടുത്ത് തന്നെയാണ് മക്കള്. ഞങ്ങളെ 3 മക്കളും ഉമ്മാന്റെ അടുത്ത് തന്നെയാണ്. ആണല്ലേ. ആഹാ, അടിപൊളി. ഇത് സത്യത്തില് സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങളെ ബ്രദർ ഉണ്ട്. ബ്രദറാണ്. ഹായ്, എന്തൊക്കെ സുഖല്ലേ? പരിചയമുള്ള ആളാണല്ലോ. എന്തൊക്കെയുണ്ട്? സുഖല്ലേ? എങ്ങനെയുണ്ട് കച്ചവടം? കച്ചവടം ഉഷാറാണ്. ആങ്ങളാ നല്ല സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അവരൊരു സംരംഭം തുടങ്ങണമെന്ന് പറയുമ്പോ നമ്മളെല്ലാം പിന്നെ അടിപൊളി. ഇത് ഭയങ്കര ഇഷ്ടായിട്ടാ. പിന്നെ ഇതിപ്പോ എത്ര ലെയറാ? 3 ബ്രെഡ് ഉണ്ട് അല്ലേ? ഓ ഗ്രേറ്റ്. ഗ്ലൗസ് ഒക്കെ ഇട്ടാട്ടോ നന്നായി. അത് ആളുകൾക്ക് വൃത്തി മെയിൻറ്റെയിൻ ചെയ്യൂലേ? നിർബന്ധം അതല്ലേ നമുക്ക് വേണ്ടിയത്. ആണല്ലേ. ഹൈജീൻ നമുക്ക് മസ്റ്റ് ആണല്ലേ. കോൾഡ് ഇതില് റെസിപ്പി ഉണ്ടല്ലോ അല്ലേ? പറയില്ല. അതാരാ റെസിപ്പിയാ? ആണോ? അപ്പൊ ഇനി ന്യായമായ ഡൗട്ട്, ഓൺലി 1 സിംഗിൾ ഓണർ ആണോ, പാർട്ണർഷിപ്പിലാണോ, എങ്ങനെയാണ്? സപ്പോർട്ട് ചെയ്തിട്ട് ഒരു ഹെൽപ്പ് ചെയ്യാൻ, ഓരോ ഹെൽപ്പ് കൊണ്ടാണ് നമ്മള്
ഇൻഷാല്ലാ ഇനി ഉയർന്നു വരുമ്പോ നമ്മളെല്ലാരും ഉയർന്നല്ലോ എവിടേക്ക് ഇനി വരാന് ഭാവിയിലെ ഷോപ്പിലേക്ക് വരുമോ? ആഹാ ആലോചിക്കുന്നുണ്ടല്ലേ. ഇപ്പൊ ഇത്രയും ദിവസം എത്തി നിക്കാൻ തന്നെ കാരണം ഇവരൊക്കെ സപ്പോർട്ട് ഓരോ ഹെൽപ്പ് ഒക്കെ ഉണ്ടായത്. മക്കളെ ഉപ്പാക്കുള്ളത് ഈ ബ്രദർ അടക്കം ബ്രദറിന്റെ സപ്പോർട്ട് ഭയങ്കരാണോ? അവനാണ് നമുക്ക് സാധനം നമ്മള് വീട്ടിൽ നിന്ന് വണ്ടിയിൽ വെച്ച് കൊണ്ടുവരണേ, കഴിയുമ്പോ തിരിച്ച് പാക്ക് ചെയ്ത് വീട്ടിൽ കൊണ്ടുപോലൊക്കെ. ആണല്ലേ, അടിപൊളി അടിപൊളി. കോട്ടയക്കാരെങ്ങനെയുണ്ട്? കോട്ടയക്കാര് ഉഷാറല്ലേ? പാക്കിംഗ് ഒക്കെ അടിപൊളിയാട്ടാ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. എല്ലാവിധ ആശംസകളും. എനിക്ക് ഭയങ്കര സന്തോഷമായി. പൊതുവെ മറ്റുള്ള ആളുകൾക്ക് സമയമില്ല, 24 hours എല്ലാവർക്കും ഉള്ളത്. സമയമില്ല എന്ന് പറയുന്നവരോട് നിങ്ങളെ വീട്ടിലത്തെ ഒരു മക്കളെ കാര്യം, ബാക്കി കാര്യം, വീട്ടിലത്തെ ജോലി കംപ്ലീറ്റ് ചെയ്തു, പിന്നെ 5 മണി മുതൽ ഇവിടെ ഉണ്ട്, എന്താ പറയാനുള്ളത് ആളുകളോട്? നമുക്ക് വേണ്ടത് വീട്ടിൽ നിന്നുള്ള സപ്പോർട്ടാട്ടോ. അതൊക്കെ. പിന്നെ ടൈമില്ല എന്ന് പറഞ്ഞവരോട് എങ്ങനെ? അത് നമുക്ക് എന്തെങ്കിലും സമയം കണ്ടെത്തുക എന്നുള്ളതാണ് ഇതിന്റെ ബാക്കിൽ. ഓക്കെ. ഇതിപ്പോ വീട്ടിലാണെങ്കിൽ എന്താ സംഭവിച്ചിട്ടുണ്ടാവും? നിങ്ങൾക്ക് 3 ആൾക്ക് ഒരു പരിപാടി ഇല്ല, വീട്ടിലാണെങ്കിൽ എന്തായിരിക്കും? അനുഭവങ്ങളൊന്നും ഉണ്ടാവൂല. സ്വന്തമായിട്ട് ഏൺ ചെയ്യാന്ന് പറയേണ്ടത് ഒരു അഭിമാനാണല്ലേ. നല്ലൊരു സന്തോഷമാണ് നമുക്ക്, നമ്മൾ സ്വന്തമായിട്ട് ഏൺ ചെയ്ത് കിട്ടുമ്പോ അടിപൊളിയാണ്. എന്തോ ഒരു തൃപ്തി അപ്പൊ ഉള്ളിലെ പ്രത്യേക ഒരു ഫീലിംഗ് ആണ്. ആണല്ലേ. ഏതായാലും 3 ഗ്രാജുവേറ്റ്സ്, അടിപൊളി വീട്ടമ്മമാര്, നമ്മുടെ നാട്ടുകാര്. നിങ്ങള് ബൈപ്പാസ് വഴി പോവുകയാണെങ്കിൽ റൗണ്ട് അബൌട്ടിന്റെ തൊട്ടടുത്ത് വരെ കാണാൻ പറ്റും സഫയുടെ സാൻഡ്വിച്ച്, അതേപോലെ തന്നെ കോൾഡ് കോഫി ഒന്ന് കഴിച്ചു നോക്കുക. ഞാൻ അഭിപ്രായം പറയട്ടാ, നല്ല അഭിപ്രായമാണ് പൊതുവെ കിട്ടിയിട്ടുള്ളത്. പിന്നെ എന്താണ് അവരുടെ, ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. ബിസ്മില്ലാ. വേറെ ലെവലാ, സൂപ്പറായിട്ടുണ്ട്. കോൾഡ് കോഫി അടിപൊളി.